ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശും ഗുജറാത്തും അടക്കം 7 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സന്തോഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. സന്തോഷ്, വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. ഉത്തർപ്രദേശും ഗുജറാത്തും അടക്കം 7 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും LK അദ്വാനിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഭരണപ്രദേശങ്ങളിലുമായി 89 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കേന്ദ്രത്തിൽ അമ്മയുടെയും മകന്റെയും ഭരണം അവസാനിച്ചെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നരേന്ദ്രമോദി പറഞ്ഞു. എന്നാൽ പോളിംഗ് ബൂത്തിന് സമീപം തെരഞ്ഞെടുപ്പ് ചിഹ്നം ഉയർത്തിക്കാട്ടിയതിന് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് BJP തരംഗം ഉണ്ടാകില്ലെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം BSP നേതാവ് മായാവതി പറഞ്ഞു. വോട്ടെടുപ്പിനിടെ പഞ്ചാബിൽ അകാലിദൾ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സന്തോഷ് ചേരുന്നു ദില്ലിയിൽ നിന്നും. സന്തോഷ്, വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രമുഖർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തി? പ്രദീപ്, 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 7ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. 7 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 89 സീറ്റുകളിലേക്കാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. പുലർച്ചെ തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഉത്തരേന്ത്യയിൽ വെയിൽ കനത്തതോടുകൂടി പോളിംഗ് പതിയെ മന്ദഗതിയിലുണ്ടായിട്ടുണ്ട്. നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഗുജറാത്തിൽ 17%, ആന്ധ്രാപ്രദേശിൽ 22%, ബീഹാറിൽ 14%, ജമ്മു ആൻഡ് കാശ്മീരിൽ 10%, പഞ്ചാബിൽ 14%, ഉത്തർപ്രദേശിൽ 15%, വെസ്റ്റ് ബംഗാളിൽ 26% പോളിംഗുമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രമുഖ സ്ഥാനാർത്ഥികൾ എല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. നരേന്ദ്രമോദി ഗാന്ധിനഗറിലും മായാവതി ലക്നൌവിലും മധുസൂദനൻ മിസ്ത്രി, സുഖ്ദേവ് സിംഗ് തുടങ്ങിയവരൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ ഒരു സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമായി നടന്ന ചെറിയൊരു സംഘർഷത്തിൽ 7 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും പോളിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തെലുങ്കാനയിലെ നിയമസഭയിലേക്കുള്ള പോളിംഗും പുരോഗമിക്കുന്നുണ്ട്. തെലുങ്കാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 17% പോളിംഗ് രേഖപ്പെടുത്തിയതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം. പ്രദീപ്. സന്തോഷ് ദില്ലിയിൽ നിന്ന്.